നമ്മൾ കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ സംസാരിച്ച കുറച്ച് ടോപ്പിക്സ് എന്തായിരുന്നു എന്നുള്ളത് ഒന്ന് എല്ലാവരും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ലാസ്റ്റ് വീക്ക് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ, അതായത് ഒന്ന് നമ്മൾ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിച്ചത് അല്ലെ. മൈൻഡ് സെറ്റ് അത് കേൾക്കാത്തവരോട് ഒന്നും കൂടെ കേട്ടോളാൻ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ പറയണത് മനസ്സിലാവില്ല. മൈൻഡിനെ പറ്റി, നമ്മുടെ മൈൻഡിന്റെ കഴിവിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാൻ വന്നതൊരു വലിയ ടോപ്പിക്കാണ്. അത് കുറെ കുറെ പ്രാവശ്യം പറയുമ്പോഴും എനിക്ക് നമ്മുടെ മനസ്സിലേക്ക് അത് കയറുക. അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീക്കില് നമ്മുടെ സെഷനകത്ത് ഉണ്ടായിരുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം, അതായത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മുടെ മനസ്സിന് നമുക്ക് ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളെ എല്ലാരെയും എല്ലാ കാര്യത്തിൽ നിന്നും പുറകോട്ട് വെക്കുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒരു വിശ്വാസമാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കണേ അത് നമ്മുടെ മനസ്സിൽ, അതാണ് മനസ്സ് ഏറ്റെടുക്കുന്നത്. എന്താണോ നമ്മൾ ചിന്തിക്കണേ അതാണ് നമ്മളിലേക്ക് വന്ന് ചേരണേ. അപ്പൊ എല്ലാവരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടതാണോ, അതോ നിങ്ങൾ ആവലാതിപ്പെടുന്ന കാര്യങ്ങളാണോ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കണേ, നമ്മൾ ടെൻഷൻ എടുക്കുന്ന കാര്യങ്ങളാണോ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കണേ. അതൊന്ന് നമ്മൾ എല്ലാവരോടും ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു ശീലം നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ എന്താണോ അതിനെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് എഴുതാനും അത് വിഷ്വലൈസേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. ഇനി ഇതിനെ പറ്റി നമുക്കിനി മുമ്പോട്ട് പോകുമ്പോ ഇവിടെ നമ്മളും നമ്മുടെ മനസ്സും രണ്ടായിട്ട് ഇപ്പൊ നിക്കണേ. നമ്മൾ വേറെ, നമ്മുടെ മനസ്സ് വേറെ ആയിട്ടാണ് ഇപ്പൊ നിക്കണേ. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മളോട് രണ്ടും ഒന്നാക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ സ്നേഹിക്കണം. സ്നേഹിക്കുക ഇൻ ദ സെൻസ്, നമ്മളുടെ കൂടെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ നമുക്ക് കഴിയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ എവിടെയാ നമുക്ക് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണേ. അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ എന്താ പറയാ വളരെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയൊരു ബാഡ് കമ്പനിയിലാന്ന് പറയും. അതായത് നമ്മൾ നമ്മുടെ കൂടെ തന്നെയാണ്. നമ്മുടെ കൂടെ തന്നെ ആവുമ്പോൾ നമുക്ക് പറ്റണില്ല. നമുക്ക് ഏത് നേരം വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത ടെൻഷനും ഒക്കെ വന്ന് കൂടണ ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ നല്ല കമ്പനിയിലല്ല എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് എന്നും വേണ്ടാത്ത, നമുക്ക് ലൈഫിൽ ഇഷ്ടമല്ലാത്തതോ വേണ്ടാത്ത കാര്യങ്ങളിനകത്ത് വറീഡാണ് നമ്മുടെ മനസ്സ്. അപ്പൊ അതാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇത് നമുക്ക് കേൾക്കുമ്പോ തോന്നുന്നത് എന്തേ പറയണേ, ഇതെന്താ വട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കോ? ലൈഫിൽ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും രക്ഷപ്പെട്ടേക്കുന്ന ആൾക്കാരും ഒക്കെ മാറ്റി ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു മാറ്റം അവരുടെ ലൈഫിൽ വന്നേക്കണേ. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ടാക്സ് കൊടുക്കൊന്നും വേണ്ടല്ലോ, കാശ് ചെലവില്ലാത്ത കാര്യമല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേന് യാതൊരു എന്താ പറയാ, നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കാൻ പോലെ നല്ലതേ സംഭവിക്കുള്ളൂ. അപ്പൊ ഏത് ശക്തിയെയും നമുക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു സന്തോഷത്തോടുകൂടി ഇരുന്നാലേ, അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴേ നമുക്ക് ഏതൊരു ശക്തിയെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സ് എപ്പോഴും ടെൻഷനിലും പതറലിലും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ ശരിയായ ഒരു ചിന്തയോ വേണ്ട കാര്യങ്ങളോ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മുമ്പിലുള്ള ആൾക്കാർ ലൈറ്റ് ഇട്ട് വന്ന് രാത്രി ഡിം ചെയ്യാണ്ട് നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വരവുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് ആ മുഖത്തേക്ക് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ആകെ നമുക്ക് ദേഷ്യം വന്നു. ആ ലൈറ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ നോക്കിയാലും ആ ലൈറ്റിന്റെ വന്ന് കണ്ണങ്ങ് മറയും. പിന്നെ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് പോയാൽ നമ്മുടെ വഴി പാളിപ്പോവും. നമ്മുടെ വണ്ടി വല്ലയിടത്തേക്കും പോവും. നമ്മുടെ കൂടെ ഇരിക്കണ നമ്മുടെ ഫാമിലി എല്ലായിട്ടും നമ്മൾ പോയി വല്ലയിടത്തും പോയി ഇടിച്ചു നിൽക്കും. അപ്പൊ നമ്മൾ ആ ഫോക്കസ് ലൈറ്റിലേക്ക് കൊടുക്കാണ്ട് നമ്മൾ വേഗം നമ്മുടെ കണ്ണ് മാറ്റി വേറെ കാര്യങ്ങളിലേക്ക് മാറ്റി നമ്മുടെ വഴി കറക്റ്റ് ആക്കാനായിട്ടുള്ള മുമ്പിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് അല്ലാണ്ട് അവരെയും ചീത്ത പറഞ്ഞ് അവരെയും തെറി പറഞ്ഞ് നമ്മൾ നമ്മൾ ഓടിക്കണ വണ്ടിയുടെ ശ്രദ്ധ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നല്ല. അപ്പൊ പ്രശ്നം വന്നാൽ ഒരു പരിധി വരെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. പക്ഷെ അതിനെ ഇട്ട് താലോലിക്കാണ്ടിരിക്കുക. എല്ലാ നേരവും അത് തന്നെ വിചാരിച്ചത്, അത് തന്നെ ടെൻഷൻ, അയ്യോ എന്ത് ചെയ്യും എങ്ങനെ, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന അതിനെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യണത്. അതിനെ വളരാനാണ് നമ്മൾ അട്രാക്ട് ചെയ്യണ എനർജി മുഴുവനും. അപ്പൊ നമ്മൾ അതിനെ താലോലിക്കാണ്ട്
നമുക്ക് അത് ഉണ്ടെന്നുള്ള ബോധം നമുക്ക് വേണം. പക്ഷെ നമ്മൾ അതിനെ ഇട്ട് ഏത് നേരം താലോലിച്ചുകൊണ്ടിരിക്കാണ്ട് എന്ത് പ്രശ്നം വന്നാലും അതിനെ മറികടക്കും എന്ന് നമ്മുടെ മനസ്സിനോട് പറയും. ഈ ഒരു സമയവും ഞാൻ മറികടക്കും, ദിസ് ടൈം ഓൾസോ അതിനെ ഞാൻ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോയി എന്നുള്ള നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക. കാരണം നമ്മുടെ മനസ്സിനെ നമുക്ക് മാത്രമേ വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ, വേറൊരാൾക്കും വിശ്വസിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അതിനെ മറികടന്ന് നമ്മൾ പോണം എന്നുള്ളൊരു സങ്കല്പം നമുക്ക് എന്നും ഉണ്ടാവണം. അല്ലാണ്ട് നമ്മൾ എന്നും എന്താ പറയാ ഈ പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് തന്നെ എന്ന് വെച്ചാൽ ഭാവിയെ പറ്റി സങ്കല്പിക്കണം. നമ്മൾ ഭാവിയെ പറ്റി സങ്കല്പിക്കുന്നത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഭാവിയെ പറ്റി നമുക്ക് മാത്രമേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ, വേറൊരാൾക്കും അതിനെപ്പറ്റി സങ്കല്പിക്കാൻ പറ്റുക. അപ്പൊ ഇത് നമ്മൾ പിന്നെ ഈ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇത് തന്നെ പറഞ്ഞു, ഭാവിയെ പറ്റി സങ്കല്പിക്കണം, നല്ലത് ചിന്തിക്കണം, അതിനെപ്പറ്റി വിഷ്വലൈസേഷൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിനകത്ത് കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ചു. ഇത് ഏത് സമയത്ത് നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കണം, ഏത് സമയത്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് പറയാം. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഒരു 10 മിനിറ്റ് ഉറങ്ങാൻ പോണതിന് മുമ്പും 10 മിനിറ്റ് ഉറങ്ങി എണീറ്റ ഉടനെയുള്ള സമയം. ഈ 2 സമയത്താണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 സമയത്ത് നമ്മുടെ മനസ്സ് ഒന്ന് ഫ്രഷ് ആയിട്ട്, രാവിലെ എണീക്കുമ്പോൾ ഒരു ഫ്രഷ് ആയ മൂഡ്, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ആ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയില്ലേ കരഞ്ഞു കിടന്ന് ഉറങ്ങരുത്, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി പോയി കിടന്ന് കുട്ടിയെ ഉറക്കാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. ആ ഉറങ്ങണ സമയത്ത് ഉണ്ടാവുന്ന ഫീല് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതിയും, അത് നമ്മുടെ ലൈഫിനെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതാണ് രാത്രി പ്രാർത്ഥിച്ചിട്ട് കിടക്കണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. പ്രാർത്ഥിച്ചിട്ട് കിടക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വരനെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രയർ ചൊല്ലിയിട്ട് കിടക്കണം എന്ന് പറയുന്നത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് എന്താ പറയാ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമുക്ക് വരിക. അപ്പൊ നമ്മൾ നോർമലി നമ്മൾ എന്താ ചെയ്യുക, കിടക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യും, ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യും, വാതിലുകളൊക്കെ അടയ്ക്കും അല്ലെ. എല്ലാം കഴിഞ്ഞ് മുറിയിൽ വന്ന് മുറിയുടെ ഡോർ അടച്ചു, ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു, എല്ലാം കഴിഞ്ഞ് ലൈറ്റും ഒക്കെ ഓഫ് ചെയ്ത് നമ്മൾ കിടക്കുന്നു. അപ്പൊ എല്ലാം നമ്മൾ എല്ലാത്തിനെയും ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കണം. അതേപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തിൽ എന്തൊക്കെ ഉണ്ടായോ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായോ ആ ചപ്പ് ചവർ ഒന്നും എടുത്തുകൊണ്ട് ഉറങ്ങാൻ വരുന്ന സമയത്തേക്ക് അതും കൊണ്ട് വരണ്ട. അത് നമ്മൾ കിടക്കണ നേരത്ത് ഇത് മുഴുവനും ആലോചിച്ചും പിടിച്ചും നമ്മൾ കിടക്കുമ്പോൾ, നമ്മളിപ്പോ ഒരു ദോശമാവ് അരയ്ക്കാൻ വേണ്ടി അരി ഉഴുന്നും ചോറും ഒക്കെ കൂടെ എടുത്ത് വെള്ളത്തിലിട്ട് അരച്ച് എടുക്കുമ്പോ ഈ 3 എണ്ണത്തിന്റെ വേറൊരു ഫോമായിട്ട് വേറൊരു രൂപമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ കിടന്നുറങ്ങാൻ പോണ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളും വിഷമങ്ങളും ചിന്തകളും ടെൻഷനും ആവലാതിയും ഒക്കെ ആയിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങണ സമയത്ത് ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഓരോ കാര്യങ്ങളും പതിയണം. അതിനെ ബേസ് ചെയ്തിട്ടാ നമുക്ക് നാളെ ഉണ്ടാവണ നമ്മുടെ തോട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ നമ്മൾ ഈ അട്രാക്ട് ചെയ്യണത് മുഴുവൻ ഈ ഉള്ളിലുള്ള ചിന്തകളെ ബേസ് ചെയ്തേ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇതൊന്നും നമുക്ക് ആർക്കും കേടില്ലാത്തൊരു കാര്യമാണ്, ഒരു ദോഷമില്ലാത്ത കാര്യം. ഒരു ഇത്രയും നാളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാൽ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു രൂപം അല്ലെങ്കിൽ നമ്മുടെ ഒരു സങ്കല്പം അത് ആ ഉറങ്ങണ സമയത്ത് ഉള്ളിലേക്ക് പതിയണമെങ്കിൽ അത് നല്ലതായിട്ട് നമ്മൾ ആ ഉറങ്ങണ സമയത്ത് വേണ്ടത്, ലൈഫിൽ എന്താണോ നമുക്ക് വേണ്ടത്, നമുക്ക് എന്തൊക്കെ ഡിഫറൻസ് ആണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്, എല്ലാ ചീത്ത കാര്യങ്ങളും ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് വേണ്ടത് നമ്മുടെ ഭാവിയെ പറ്റി മാത്രം നമ്മൾ കാണുക. നിങ്ങൾ എങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ്, എന്താണ് നിങ്ങളുടെ ഭാവിയെ പറ്റി നിങ്ങൾ സങ്കല്പിക്കണത്, എന്തായി മാറണം, ആ സങ്കല്പമായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിത്തത്തിന്റെ കാര്യത്തില് അവർക്ക് അവരുടെ ഭാവിയിൽ എന്താവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് അവരൊന്ന് മനസ്സിൽ അതിനെപ്പറ്റി ഒന്ന് ആവാഹിച്ച് ആ രൂപങ്ങളൊക്കെ ഒന്ന് കണ്ട് അതിനെയൊക്കെ പറ്റി പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. പക്ഷെ മനസ്സിൽ കിടക്കുന്ന സമയത്ത് ലൈഫിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അതിനെ മനസ്സിൽ കൊണ്ടുകൊണ്ട് കിടക്കാൻ ശ്രമിക്കുക. രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൈ എല്ലാവരും ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കയ്യിലേക്ക് നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു പ്രയർ ഒക്കെ പറയും. ആ കയ്യിലേക്ക് നോക്കിക്കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ നമുക്ക് എന്താണോ നമ്മൾ ഉറങ്ങാൻ നേരത്തെ ആലോചിച്ച നല്ല കാര്യങ്ങൾ, ആ കാര്യങ്ങൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒന്ന് സങ്കല്പിച്ചിട്ട് കിടക്കുക. കാരണം
നമ്മുടെ മനസ്സിന് ഭാഷ അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, മലയാളം അറിയില്ല, ഒന്നും അറിയില്ല. നമ്മളൊരു ആന എന്ന് പറഞ്ഞാൽ, ആന എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്ത് തോന്നി? ഒരു രൂപം വന്നോ മനസ്സിൽ? അല്ലെ? ആന എന്ന് പറഞ്ഞപ്പോ ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു രൂപമാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ആ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിൽ ഇമേജ് ആണ് നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ടോ നമ്മുടെ ഉള്ളിലേക്ക് പതിയോ ചെയ്യണം. അപ്പൊ നമ്മുടെ ഏറ്റവും നല്ലൊരവസ്ഥ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും നല്ലൊരവസ്ഥ, നല്ല ചെത്തായിട്ട്, നല്ല എന്താ പറയാ, സ്റ്റൈലായിട്ടും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല് ഒന്ന് ഇമാജിൻ ചെയ്തുകൂടെ? അതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ട. നമ്മൾക്ക് എന്താണോ നമ്മുടെ ലൈഫിൽ വേണ്ടത്, നമ്മൾ എങ്ങനെ വേണം, എന്തായും ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള നമ്മൾ ഓരോ വ്യക്തികളും 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ആരായിരിക്കണം, നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കും, ആ ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യുക. ആ വെറുതെ ഇരുന്ന് നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷൻ കാണുന്ന പോലെ കണ്ടുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. അതിന് ഇന്നത്തെ അവസ്ഥയൊന്നും ഇതിനകത്ത് ഒരു ബാധകമല്ല. ഇന്ന് ഞാൻ എന്ത് അവസ്ഥയാണോ അതിന് യാതൊരു പ്രസക്തി ഇവിടെ ഇല്ല. നാളെ ഞാൻ എന്താവണം എന്നുള്ളത് എന്റെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് ഒരു വിചാരം ഉണ്ടെങ്കിൽ എനിക്ക് അത് ആയിത്തീരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പുഴുവിനെ കണ്ടിട്ടില്ലേ? നമ്മളൊരു ബട്ടർഫ്ലൈ ആവണതിന് മുമ്പുള്ള ഒരു പുഴു. ഈ പുഴു എങ്ങനെയാ നടക്കണേ? നിരങ്ങി 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 ഇങ്ങനെ ഈ നമ്മുടെ ചെടിയുടെ തണ്ടിന്മയൊക്കെ കൂടെ ഇങ്ങനെ 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 നിരങ്ങിപ്പോയി അവിടെയുള്ള ഇലകളൊക്കെ തിന്ന് എന്താ പറയാ, ഇലകൾ ഇങ്ങനെ ചുറ്റും ചുറ്റും തിന്ന് നടക്കണതാണ്. ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഒരു കുക്കൂണിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് നമ്മൾ ചെയ്യണ പോലത്തെ ഒരു മെഡിറ്റേറ്റീവ് മൂഡിലാണ് പിന്നെ അവൻ ആ മെഡിറ്റേറ്റീവ് മൂഡിൽ ഇരുന്ന് അവൻ വിചാരിക്കണ ഒരു വണ്ടർഫുൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആയിട്ട് അവൻ സങ്കല്പിക്കേണ്ട അവിടെ ഇരുന്നിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവന്റെ ആ കുക്കൂൺ പൊട്ടിച്ച് ഇവൻ പുറത്തേക്ക് വരുമ്പോ ഈ നിരങ്ങി നിരങ്ങി നിരങ്ങിയ അവസ്ഥയാണോ അവന്? അവൻ നമ്മുടെ മുമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് അടിപൊളിയായിട്ട് നടന്ന് പിന്നെ അവൻ തിന്നണ ഈ ഇലയാണോ? അവൻ നല്ല തേനും അതും ഇതൊക്കെ കഴിച്ച് നല്ല ഭംഗിയായിട്ട് അവൻ ജീവിച്ചുകൊണ്ട് 10-15 ദിവസത്തുള്ള ജീവിതം അവൻ ഉണ്ടാവുള്ളൂ. പക്ഷെ അവന്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാ വരുന്നത്. സോ ഇവിടെ നമ്മളും ഇന്ന് ഏത് അവസ്ഥയിൽ നിരങ്ങിയാണോ എഴഞ്ഞാണോ എന്നുള്ളതിനൊന്നും ഒരു പ്രസക്തി ഇവിടെ ഇല്ല. നമ്മൾക്ക് എന്താണോ ആവണ്ടേ അതിനെയാണ് നമ്മൾ മനസ്സിലിട്ട് എന്താ പറയാ, മനസ്സിൽ കണ്ടോണ്ടിരിക്കേണ്ടതും വിഷമിക്കണമെങ്കിലോ ടെൻഷൻ എടുക്കണമെങ്കിലോ വേണ്ടത് ചെയ്യൂ. ഈ വേണ്ടാത്തതും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും തന്നെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് അതാണ് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരാനായിട്ട് നമ്മളുടെയിലേക്ക് വരാൻ പോണത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് വേണ്ടതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് സങ്കല്പിക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്താണോ നിങ്ങൾ കാണുന്നത് അതേ നിങ്ങളാവൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഏത് സമയത്ത് എന്തിനെ പറ്റി പറയണേ? ഒന്നില്ലെങ്കിൽ കടം, ഒന്നില്ലെങ്കിൽ കാശില്ല, അല്ല ഇങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് നമുക്ക് എന്താ, അല്ലെങ്കിൽ എന്റെ ആരോഗ്യം ഇല്ല, എന്റെ കാര്യം എന്റെ കണ്ണ് പൊട്ടക്കണ്ണ, അല്ലെങ്കിൽ എന്റെ കാര്യം പോക്കാണ്, എന്റെ ആരോഗ്യം മുഴുവൻ പോയി കിടക്കുക. നമ്മൾ ഇങ്ങനെ അല്ലാണ്ട് നല്ലത് എന്തെങ്കിലും നമ്മളെ പറ്റി പറയണ്ട. അപ്പൊ നമ്മൾ ശരിക്കും ഈ പറയണ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കണതാണ്. എന്റെ കണ്ണ് പൊട്ടക്കണ്ണ, ഒന്നും കാണാൻ വയ്യാന്ന് പറയുമ്പോ ശരിക്കും ഞാൻ ആഗ്രഹിക്കണ്ട എന്റെ കണ്ണ് പൊട്ടക്കണ്ണാവണമെന്ന്? ഇല്ലല്ലോ. പക്ഷെ ഒരു പറച്ചിൽ അങ്ങോട്ട് പറയുക. അപ്പൊ ഈ കാര്യങ്ങള് നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് അത് പറയാൻ ശീലിക്കുക. ഇതൊക്കെ ചിലപ്പോ ഒന്ന് പേർപ്പസ്ഫുള്ളിയോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധയോടുകൂടെ ചിലപ്പോൾ ശീലിക്കേണ്ട ഒരു കാര്യമായിരിക്കും. ആ ഒരു ശീലം വന്ന് ശ്രദ്ധ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഏത് പ്രായത്തിലും സങ്കല്പത്തിന് യാതൊരു തടസ്സവുമില്ല. ഏത് പ്രായത്തിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ സങ്കല്പിക്കാം. നമ്മളൊരു ഇമേജിനെ നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അതൊരു ഇമാജിനേഷൻ ആവുന്നു, സങ്കല്പമാവുന്നു. ആ സങ്കല്പം നമ്മൾ ചെയ്യണത് വളരെ ഫീൽ ചെയ്തോണ്ടാണ് നമ്മളത് ചെയ്യണത്. ആ ഫീൽ ചെയ്തോണ്ട് ചെയ്യാന്ന് പറയുന്ന വികാരം നമുക്ക് ഉണ്ടാവണം ആ സംഭവങ്ങൾ കാണുമ്പോൾ. അതേപോലെ നമുക്ക് നല്ലൊരു വിശ്വാസം അതിനകത്ത് ഉണ്ടാവണം. ആ വിശ്വാസത്തോടുകൂടെ നമ്മൾ നമ്മുടെ ഭാവി 5 കൊല്ലം കഴിഞ്ഞിട്ടോ 10 കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിലോ ഞാൻ എന്തായി, കാരണം ഇതൊരു പ്രോസസ്സാണ്. ഇത് ഇന്ന് നാളെ എന്താ വേണ്ടതെന്ന് ഇന്നിരുന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു എനർജി അട്രാക്ട് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് വേണം. അപ്പം നമ്മുടെ ഒരു 6 മാസം കഴിഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞു നമ്മുടെ ജീവിതം എന്തായിരിക്കണം എന്നാണ് സങ്കല്പിക്കാൻ പറയണത്. അത് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആണി അടിക്കില്ലേ? ആണി അടിക്കണ സമയത്ത് നമ്മൾ ഒരു പോയിന്റിൽ ആ ആണിയുടെ പോയിന്റ് വെച്ചിട്ട് ഹാമർ കൊണ്ട് അടിക്കണം. ഓരോ അടി അടിക്കുമ്പോഴും
ഇത് ഒരേ സ്ഥലത്ത് തന്നെയാണ് എന്താ പറയാ, താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി പൊക്കോണ്ടിരിക്കണം. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അടിക്കുമ്പോൾ ഡെപ്തിലേക്ക് ഇത് പൊക്കോണ്ടിരിക്കും. അത് ഒന്നും കൂടെ സ്ട്രോങ് ആവും. ഒരു വിധത്തിൽ നമുക്ക് അതിനെ ഇളക്കി മാറ്റാൻ പറ്റാത്ത രീതിയിൽ സ്ട്രോങ് ആവും. ഇത് തന്നെയാണ് നമ്മുടെ വിഷ്വലൈസേഷനും ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? ഇത് തന്നെയാണ് നമ്മുടെ വിഷ്വലൈസേഷനും ചെയ്യുന്ന. ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ മനസ്സിന്റെ ആ ഒരു ആഴത്തിൽ ചെന്നിരുന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഈ ലെവലിലേക്കാണ് വളരണേന്ന് നമ്മുടെ മനസ്സ് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു അട്രാക്ഷൻ വരുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മളോട് തന്നെ പറയണം. അങ്ങനെ നമ്മൾ മനസ്സിന്റെ ശക്തി തിരിച്ചറിയാണ്. നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ട് ആ മനസ്സിന്റെ ശക്തി തിരിച്ചറിയാണ്. അപ്പൊ എന്ത് പറ്റും? ഇവിടെ ഒരു ശ്രദ്ധ വരും മനസ്സിന്. ഓരോ കാര്യം ചെയ്യുമ്പോഴും അവിടെ ഒരു ശ്രദ്ധ വരും നമ്മുടെ മനസ്സിന്. അപ്പൊ മനസ്സിനെ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് റെക്കോർഡ് പോലെ അവിടെ കിടന്നോളും. എപ്പോ വേണമെങ്കിലും നമുക്ക് അത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. നമ്മളൊരു എന്താ പറയാ, മനസ്സും ശരീരം ഭയങ്കര ലിങ്ക്ഡ് ആയിട്ട് നിൽക്കണം. ഈ വൈഫൈയും ടവറും പോലെ അത് ഭയങ്കര ലിങ്ക്ഡ് ആയിട്ട്. ഇപ്പൊ നമ്മുടെ മനസ്സ് ഒരു വഴിക്ക് പോവും, നമ്മുടെ ശരീരം ഒരു വഴിക്ക് പോവും. നമുക്ക് വേണ്ടത് പല കാര്യങ്ങളുണ്ടാവും, മനസ്സ് വേറെ ഏതോ ഇന്ത്യ പുറകെ പോവും. ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ട് നിൽക്കണം. അപ്പൊ ഇവിടെ നമ്മളെ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മളൊന്ന് സ്നേഹിക്കാൻ തുടങ്ങണം. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കൂടെ ഒന്ന് കണക്റ്റഡ് ആവണം. അപ്പൊ ഇന്നത്തെക്കാളും ഒരു സ്റ്റെപ്പ് ബെറ്റർ ആയിരിക്കണം നാളെ എന്നുള്ളത്. ഓരോ ദിവസവും എണീക്കുമ്പോൾ, നമുക്ക് ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും നമുക്ക് ആ ചിന്ത ഉണ്ടാവണം. ഇതിനു വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ് നമ്മൾ ഈ പറയുന്ന വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. ഇപ്പൊ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക് നമുക്കൊരു 8 മിനിറ്റേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഷോർട്ടാക്കി പറഞ്ഞുതരാം. വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ദൃശ്യവൽക്കരണം എന്നാണ് അതിന് മലയാളത്തിൽ ഞാൻ നോക്കിയപ്പോൾ കിട്ടിയത്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ദൃശ്യവൽക്കരണം എന്ന് പറയും. അതായത് ജീവിതത്തിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക്, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിനെ നേടിയെടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇത്. അപ്പൊ എന്താണ് വിഷ്വലൈസേഷൻ? അത് നേടാനുള്ള എന്താണോ അത് നേടി എന്ന ഭാവനയിൽ കാണുക. എന്താണോ നമുക്ക് ലൈഫിൽ നേടാനുള്ള അത് നേടി എന്ന് നമ്മുടെ ഭാവനയിൽ നമ്മൾ കാണുക. ഇതൊരു പ്രാക്ടീസ് ആണ്. ഇത് നമ്മൾ ഡെയിലി ആണി അടിക്കുന്നത് ഓർക്കുക. ഇതൊരു പ്രാക്ടീസ് ആണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. അതായത് പ്രാക്ടീസ് ഓഫ് ഇമാജിനിങ് വാട്ട് യു വാണ്ട് ടു അച്ചീവ് ഇൻ യുവർ ലൈഫ്. എന്താണോ ലൈഫിൽ വേണ്ടത് അതിനെ ഇമാജിൻ ചെയ്യണത് നമ്മളൊരു പ്രാക്ടീസ് ആക്കി കൊണ്ടുവരിക. ലൈഫിലോ ഫ്യൂച്ചറിലോ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്നത് ഒരു പ്രാക്ടീസ് കൊണ്ടുവരിക. ഭാവിയിൽ വേണ്ട കാര്യം ഭാവനയിൽ കാണുക. ക്ലിയർ ആയോ? ഭാവിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഭാവനയിൽ നമ്മൾ അത് കാണുക. എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് നമുക്ക് 2 കാര്യങ്ങളിൽ പറയാം. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് എന്താ പറയാ, പ്രോസസ് വിഷ്വലൈസേഷൻ എന്ന് പറയും. ഒന്ന് ഔട്ട്കം വിഷ്വലൈസേഷൻ എന്ന് പറയും. പ്രോസസ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ പേര് തന്നെ ഉണ്ട്. ആ ഒരു പ്രോസസ്സ് നമുക്ക് എന്താണോ വേണ്ടേ അത് നടന്ന് കിട്ടണ വരെയുള്ള പ്രോസസ്സിനെ നമ്മുടെ മനസ്സിൽ കാണും. മനസ്സിലായോ? ഔട്ട്കം വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ പേരിലും അതുണ്ട്. അത് നേടിയെടുത്തതിന് ശേഷം അല്ലെങ്കിൽ ആ നേടിയതിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണുക, നമ്മുടെ ഭാവനയിൽ കാണുക. അപ്പൊ നമ്മൾ എന്താണോ നേടേണ്ടത് അതിന്റെ പ്രോസസ്സ് വിഷ്വലൈസേഷൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി, ആ കുട്ടിയുടെ പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടെ പാസ്സാവണം. ആ കുട്ടിക്ക് A+ കിട്ടണം. അതിന്റെ പ്രോസസ്സ് എന്താ? അത് എല്ലാ ദിവസവും വിചാരിക്കുന്നു, അന്നാന്ന് എടുക്കുന്ന പോർഷൻസ് അന്നാന്ന് തന്നെ പഠിച്ചിരിക്കുന്നു. അത് അതാത് ദിവസങ്ങളിൽ എടുക്കുന്ന ക്ലാസ്സിലെ ഹോംവർക്ക്സ് മുഴുവൻ ചെയ്യുന്നു. എല്ലാ എക്സാമിനും ഫുൾ പഠിച്ചിട്ട്, ഒരു ദിവസം കിടന്നുറങ്ങുന്നതിന് മുമ്പ് എല്ലാം പഠിച്ചിട്ടാണ് ഞാൻ എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഹോംവർക്ക്സ് മുഴുവൻ തീർത്തിട്ട് കിടന്നുറങ്ങണു. അത് എല്ലാ എക്സാംസിനും എനിക്ക് 90+ മാർക്സ് കിട്ടുന്നു. നമുക്ക് ക്ലാസ്സിൽ റിപ്പോർട്ട് കാർഡ് തരുമ്പോൾ നമ്മളെ ഫസ്റ്റ് എന്നും പറഞ്ഞ് വിളിച്ചു, അല്ലെങ്കിൽ ക്ലാസ്സിൽ അപ്രിസിയേഷൻ കിട്ടണതായിട്ടും ചിലപ്പോൾ നമുക്കൊരു സ്കോളർഷിപ്പ് കിട്ടണതായിട്ടും ഒക്കെ ഒരു സിനിമ പോലെ ആ കുട്ടിക്ക് സങ്കല്പിക്കാം. അതാണ് പ്രോസസ്സ്. ഇനി
ഔട്ട്കം ആണെങ്കിലോ, ഇപ്പൊ ആ കുട്ടിക്ക് ഒരു ചേരേണ്ടത് ഒരു മെഡിസിന് പോകേണ്ട കുട്ടിയാണ്, അതിനു വേണ്ടിയുള്ള പഠിത്തത്തിലാണ് ആ കുട്ടി നിൽക്കണമെന്നുണ്ടെങ്കിലോ, ആ മെഡിസിന് ചേരാനായിട്ട് ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയതും മെഡിസിൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഡോക്ടർ ആയതിനു ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ, ആ കുട്ടിയുടെ ലൈഫ് സ്റ്റൈലും ആ കുട്ടി എന്തൊക്കെ രീതിയിലാണോ ആ ഡോക്ടർ എന്നുള്ളൊരു ജോലി ചെയ്യാനായി എടുക്കുന്ന, അത് നമ്മുടെ മനസ്സിൽ, നമുക്കൊരു ഡോക്ടർ ആവണമെങ്കിൽ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഞാൻ ഡോക്ടറായി ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഡോക്ടറായ പാവങ്ങളെ ഫ്രീ ആയിട്ട് ഇതാക്കും, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറായ ഇന്ന പോലെ ആയിരിക്കും ഞാൻ ആൾക്കാരോട് പെരുമാറുന്നത്, ഞാൻ ഇന്ന കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ അതിന്റെ ഔട്ട്കം എന്താണോ അത് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാം. ഇനി ജോലിയിലാണെങ്കിലോ, ഒരു ജോലി കിട്ടാനാണെങ്കിൽ ആ ജോലി കിട്ടുന്ന പ്രോസസ്സ് വിഷ്വലൈസേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയതിന് ശേഷം അതിനകത്ത് നമ്മൾ ഗ്രോ ചെയ്യണത്, നമുക്ക് ഓരോ പ്രൊമോഷൻ കിട്ടണതും ശമ്പളം കൂടണതും, ആ ശമ്പളം കിട്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണു, ഇതൊക്കെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം. പിന്നെ ഇനിയിപ്പോ നമ്മൾ എന്താണ് ബിസിനസ് ആണെങ്കിലോ, ആ ബിസിനസ് വളർത്താനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സെയിൽസ് കൂട്ടണം, എനിക്ക് എല്ലാ ദിവസവും സെയിൽ ഉണ്ടാവണം, എന്നെ അന്വേഷിച്ചിട്ട് ആൾക്കാർ പ്രോഡക്ട്സ് ചോദിച്ചു വരുന്നു, എനിക്ക് കുറെ അധികം കസ്റ്റമർ നെറ്റ്വർക്ക് ഞാൻ ക്രിയേറ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വിങ് എനിക്ക് നിറയുണ്ട്, ആ ഒരു പ്രോസസ്സ് ആവാം. ഇനി അത് ബിസിനസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ആണെങ്കിലോ, ബിസിനസ് സക്സസ്ഫുൾ ആയി കയ്യിൽ നല്ല പൈസ വന്നിട്ട് ആ പൈസ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം. അങ്ങനെ ഈ രണ്ട് രീതിയിലും നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം. അത് ഈ 5 സെൻസ് വഴി ഫീൽ ചെയ്ത് വിഷ്വലൈസേഷൻ ചെയ്യാം. അതിന്റെ കൂടെ നമ്മുടെ ഹാർഡ് വർക്കും കൂടി ഇടാം. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്ലാൻ ഉണ്ട്, എന്ത് വേണം, എന്താവണം, എല്ലാം നമുക്ക് പ്ലാൻ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ മനസ്സ് അതിൽ നിന്ന് വിട്ട് ഒരു ഒഴുക്കില് നമ്മൾ ഒരു ജീവിതത്തിൽ കൂടെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ അങ്ങോട്ട് ജീവിച്ചു. അപ്പൊ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിനെ നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കുക നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിനെ ഏത് നേരം നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ മനസ്സിന്റെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ വിഷ്വലൈസേഷനെ കൂടെ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പൊ ഈ വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇനി അതിനകത്ത് ചെയ്യേണ്ട രീതികൾ വേറെയും പലതും ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം, 2 മിനിറ്റേ ഉള്ളൂ. പക്ഷെ ഈ വിഷ്വലൈസേഷൻ ചെയ്യണ സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കാണണം, ഒന്നല്ലെങ്കിൽ നമ്മൾ അതിന്റെ പ്രോസസ്സ് കാണുക, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം കാണുക എന്ന് പറയും. ഈ കാണുമ്പോഴൊക്കെ കണ്ണടച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ണടച്ചിരുന്ന് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് അത് ഫീൽ ചെയ്യണം, നമുക്ക് അതിന്റെ മണം, ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു എയർ, ആ ഒരു വായു, ഒരു കാറ്റടിക്കുമ്പോൾ നമുക്ക് ആ ഒരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യണം, നമുക്ക് അവിടെ കേൾക്കണം. ഒരു നല്ലോണം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് ഇത് വിഷ്വലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കണത് കാണണം, ആ കുട്ടി ആ ഓഡിയൻസ് കൈയടിച്ച് ആ കുട്ടിയെ റിസീവ് ചെയ്യണത് ആ കുട്ടിക്ക് കാണാൻ പറ്റണം, ആ കുട്ടിക്ക് കേൾക്കാൻ പറ്റണം അവിടുത്തെ കൈയടിയും അതിന് അനൗൺസ് ചെയ്ത് വിളിക്കണതും, ആ ഒരു നെഞ്ചിടുക്കോടുകൂടെ ചെന്ന് അവിടെ നിൽക്കണതും, ആ കുട്ടി സംസാരിക്കുമ്പോൾ ആൾക്കാർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണേ, ഈ ഒരു ഫീല് നമ്മളിൽ കൊണ്ടുവരണം. ഇത് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഭാവനയിൽ നമ്മൾ കാണുകയാണ്. ഇത് ഭയങ്കര പവർഫുൾ ആണ്. അത് നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുമ്പോ ചിലവർക്ക് അത് മണ്ടത്തരമായിട്ടോ തമാശയായിട്ടോ തോന്നിയാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, ഇതിന്റെ പവർ ഭയങ്കര റിസൾട്ടാണ് നമുക്ക് ഉണ്ടാവുക. ഇത് അപ്പൊ ഞാനൊന്നും പറയണതല്ല, ഇത് എത്രയോ ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ സ്റ്റോറീസും, എത്രയോ ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഓരോരോ ടെക്നിക്സ് പഠിക്കണത്. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ തരുന്നത് നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ആ ഒരു സ്വപ്നം കാണാനുള്ളൊരു ഒരു ഡ്രീം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ഉള്ളിലുള്ളതിനെ ഒന്ന് ഉണർത്തിയെടുത്ത് നമ്മുടെ ജീവിതത്തിനെ അങ്ങ് ആകെ നമ്മൾ മാറ്റിമറിച്ചൊരു നല്ല രീതിയിൽ ഒരു ടേക്ക് ഓഫിന് റെഡി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പൊ ഇനി വിഷ്വലൈസേഷന് ഇന്ന 3-4 രീതികളുണ്ട്. നമുക്കിപ്പോ നമ്മൾ പറയും വിഷ്വലൈസ് ചെയ്യുന്ന പറയും, ഇനി അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പൊ 1 മിനിറ്റ് താഴെ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലോ, എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലോ, അത് നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിൽ ആവട്ടെ എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കും അതിന്റെ ഗുണം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സെഷൻ ക്ലോസ് ചെയ്യണു. അപ്പൊ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക, ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത ക്ലാസ്സിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യണം, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ സെഷൻ. അപ്പൊ ഇന്ന് എല്ലാവർക്കും
നല്ലൊരു എന്താ പറയാ ഒരു ഉറങ്ങണതിന് മുമ്പ് നല്ലൊരു ഡ്രീം ഉണ്ടാവുന്ന ഒരു എന്താണ് ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ഉറങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യണം. ഗുഡ് നൈറ്റ്.